ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरि ओम തത്വബോധഃ. ഇന്ന് നമ്മൾ കാണുന്നത് കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ചാണ്. വാക് പാണി പാദ പായൂപസ്ഥാനീതി പഞ്ചകർമ്മേന്ദ്രിയാണി. വാചോ ദേവത വഹ്നി, ഹസ്തയോരിന്ദ്രഃ, പാദയോർവിഷ്ണുഃ, പായോർമൃത്യുഃ, ഉപസ്ഥസ്യ പ്രജാപതിഃ इति कर्मेन्द्रिय देवताः. वाचो विषयः भाषणं, पाण्योर्विषयः वस्तुग्रहणं, पादयोः विषयः गमनं, पायोः विषयः मलत्यागः, उपस्थस्य विषयः ആനന്ദ ഇതി. ഇവിടെ എന്താ പറയുന്നത്? വാക്ക് എന്ന് പറയുമ്പോൾ നാവ്, പാണി എന്ന് പറഞ്ഞാൽ കൈ, പാദ എന്ന് പറഞ്ഞാൽ കാല്, പായു എന്ന് പറഞ്ഞാൽ മലദ്വാരം, ഉപസ്ഥ എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. വാക് പാണി പാദ പായു ഉപസ്ഥാനി ഇതി പഞ്ചകർമ്മേന്ദ്രിയാണി. ഇത് അഞ്ചും കൂടി കർമ്മ ഇന്ദ്രിയങ്ങളാണ്. വാചോ ദേവത വഹ്നി, നാവിൻ്റെ, നമ്മൾ സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇന്ദ്രിയം, നാവിൻ്റെ ദേവൻ അഗ്നിദേവനാണ്. വാചോ ദേവത വഹ്നി. ഹസ്തയോഹോ ഇന്ദ്രഃ, രണ്ട് കൈകളുടെയും ദേവൻ ഇന്ദ്രനാണ്. പാദയോഹോ വിഷ്ണുഃ, രണ്ട് കാലിൻ്റെയും ദേവൻ വിഷ്ണുവാണ്. പായോഹോ മൃത്യുഃ, മലദ്വാരത്തിൻ്റെ ദേവൻ മൃത്യു ഭഗവാനാണ്. ഉപസ്ഥസ്യ പ്രജാപതി, ജനനേന്ദ്രിയത്തിൻ്റെ ദേവൻ പ്രജാപതിയാണ്. ഇതി കർമ്മേന്ദ്രിയ ദേവതാഹ, എന്നിവയാണ് കർമ്മ ഇന്ദ്രിയങ്ങളുടെ ദേവന്മാർ. വാചോ വിഷയഃ ഭാഷണം, നാവിൻ്റെ വിഷയം സംസാരമാണ്, സംസാരിക്കുന്നതാണ് നാവിൻ്റെ വിഷയം. പാണ്യോ വിഷയഃ വസ്തുഗ്രഹണം, കൈകളുടെ വിഷയം ഒരു വസ്തുവിനെ ഗ്രഹിക്കുന്നതാണ്, ഒരു വസ്തുവിനെ പിടിക്കുന്നതാണ്. പാദയോഹോ വിഷയം ഗമനം, രണ്ട് കാലിൻ്റെയും വിഷയം ഗമനമാണ്, അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. പായോഹോ വിഷയഃ മലത്യാഗഃ, മലദ്വാരത്തിൻ്റെ വിഷയം, അതായത് കർമ്മം, മലത്യാഗമാണ്. ഉപസ്ഥസ്യ വിഷയഃ ആനന്ദ ഇതി, ജനന ഇന്ദ്രിയത്തിൻ്റെ വിഷയം ആനന്ദമാണ്. പിന്നെ പറയുന്നു, കാരണശരീരം കിം, കാരണശരീരം എന്താണ്? അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപകരൂപം യദസ്തി തദ് കാരണശരീരം. അനിർവാച്യ, വാക്കിലൂടെ പറയാൻ പറ്റാത്ത, വാക്കിലൂടെ വിവരിക്കാൻ കഴിയാത്ത, അനാദി, ഒരു ആരംഭമില്ലാത്ത, ആദി ഇല്ലാത്ത, അനാദിയായ, അവിദ്യാരൂപം,
അവിദ്യ അവിദ്യാരൂപമുള്ള അവിദ്യാരൂപമുള്ള ശരീരദ്വയസ്യ രണ്ട് ശരീരത്തിൻ്റെയും കാരണം മാത്രം, കാരണം ഒരൊറ്റ കാരണമായിരിക്കുന്ന രണ്ട് ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അത് രണ്ടിൻ്റെയും ഒരൊറ്റ കാരണമായിരിക്കുന്ന സത് സ്വരൂപ അജ്ഞാനം. സത് എപ്പോഴും ശാശ്വതമായി നിലനിൽക്കുന്ന, എപ്പോഴും നിലനിൽക്കുന്ന സ്വരൂപ അജ്ഞാനം, സ്വരൂപത്തിൻ്റെ അജ്ഞാനം. അതായത് എപ്പോഴും നിലനിൽക്കുന്ന സ്വരൂപമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതിൻ്റെ അജ്ഞാനം. നിർവികൽപക രൂപം, വേറെ രൂപമില്ലാത്ത, മറ്റൊരു രൂപം ഇല്ലാത്ത, നിർവികൽപക, മറ്റൊരു ഏത് രൂപവും ഇല്ലാത്ത, യദസ്തി എന്താണോ ഉള്ളത്, അതായത് അതിനും രൂപമില്ല, അതല്ലാതെ വേറൊരു രൂപവും യഥാർത്ഥത്തിൽ ഇല്ല. അതാണ് നിർവികൽപക രൂപം എന്ന് പറയുമ്പോൾ അർത്ഥം. യദസ്തി എന്താണോ, തത് കാരണ ശരീരം, അതാണ് കാരണ ശരീരം. അവിദ്യാവാണ്, ശരിക്കും അജ്ഞാനമാണ് കാരണശരീരം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അവസ്ഥാത്രയം കിം? അവസ്ഥ, മൂന്ന്. ത്രയം എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ കൂട്ടായ്മ. അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസ്ഥ. അപ്പോൾ അവസ്ഥാത്രയം, മൂന്ന് അവസ്ഥകൾ, മൂന്ന് തലങ്ങൾ, മൂന്നവസ്ഥ. എന്താണത്? കിം? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥാഹ. മൂന്നവസ്ഥ എന്താണ്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥാഹ. ജാഗ്രത്, സ്വപ്നം. ജാഗ്രത് എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. സ്വപ്നം എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുന്ന അവസ്ഥ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥാഹ. അത് മൂന്നാണ് അവസ്ഥാത്രയ. ഇത് മൂന്നാണ് അവസ്ഥാത്രയ. അപ്പോൾ ജാഗ്രത് എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്ന എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുന്ന അവസ്ഥ, സുഷുപ്തി എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ട് സ്വപ്നം കാണാതെ ഉറങ്ങുന്ന, അതായത് നല്ല ഗാഢമായ ഉറക്കം, നല്ല ഉറക്കം. അതാണ് അവിടെ സ്വപ്നം പോലും കാണുന്നില്ല, ആ അവസ്ഥ. ഈ മൂന്ന് അവസ്ഥകളാണ് അവസ്ഥാത്രയം എന്ന് പറയുന്നത്. ഈ മൂന്ന് അവസ്ഥകളിനെയാണ് അവസ്ഥാത്രയം എന്ന് പറയുന്നത്. പിന്നെ ജാഗ്രത് അവസ്ഥ. ജാഗ്രത് അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈഹി ശബ്ദാദി വിഷയശ്ച ജ്ഞായത്തെ ഇതി യത് സാ ജാഗ്രത് അവസ്ഥ. ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈഹി, കാത് കാത് എന്ന് തുടങ്ങി ജ്ഞാന ഇന്ദ്രിയങ്ങൾ വഴി, ശബ്ദാദി വിഷയൈശ്ച, ശബ്ദം എന്ന് തുടങ്ങിയുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പോൾ കാത്, കാത്, തൊലി, കണ്ണ്, മൂക്ക്, നാവ്, ഇതൊക്കെയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൻ്റെ വിഷയങ്ങൾ കാതിൻ്റെ ശബ്ദം, തൊലിയുടെ സ്പർശം, പിന്നെ കണ്ണ്
കണ്ണിൻ്റെ രൂപം, പിന്നെ മൂക്കിൻ്റെ മണം, പിന്നെ നാവിൻ്റെ രുചി എന്ന ഈ വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പോൾ കാത് എന്ന് തുടങ്ങി ഉള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ശബ്ദം എന്ന് തുടങ്ങി 5 ഇന്ദ്രിയ വിഷയങ്ങളെ, ന്യായത്തെ അറിയുന്നത് ഇതി യത് സാ ജാഗ്രത് അവസ്ഥ. ഏത് അവസ്ഥയിലാണോ ഇങ്ങനെ അറിയുന്നത് അതാണ് ജാഗ്രത് അവസ്ഥ, അതാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ. സ്ഥൂല ശരീര അഭിമാനി ആത്മാ വിശ്വ ഇതി ഉച്യത്തെ. ഈ അവസ്ഥയിൽ സ്ഥൂല ശരീര അഭിമാനി, സ്ഥൂല ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് സ്ഥൂല ശരീരം ഞാനാണ് എന്ന് അജ്ഞാനത്തിലൂടെ തെറ്റായി വിചാരിക്കുന്ന ആത്മാ ഇവിടെ വിശ്വ ഇതി ഉച്യത്തെ. ആ ആത്മാ ഇവിടെ വിശ്വ എന്ന് അറിയപ്പെടുന്നു. ആ ആത്മാവിനെ വിശ്വ എന്ന് പറയുന്നു. അപ്പോൾ ആത്മാ അജ്ഞാനത്തിലൂടെ കുടുങ്ങിയിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്ന് എന്തിനാ പറയുന്നത്? യഥാർത്ഥത്തിൽ കുടുങ്ങുന്നില്ല, അത് നമുക്കങ്ങനെ തോന്നുന്നതാണ്. ആത്മാ ഒരിക്കലും എന്തിലും കുടുങ്ങുന്നില്ല, പക്ഷെ അങ്ങനെ നമുക്ക് ഒരു ആഭാസം മാത്രമാണ്, അങ്ങനെ ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ അതിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് വ്യഷ്ടി എന്ന് പറയും, അതായത് വ്യക്തിപരമായ തലം. മറ്റൊന്ന് സമഷ്ടി എന്ന് പറയും, അതായത് കൂട്ടായ്മയായ തലം. എല്ലാറ്റിനെയും ചേർത്ത് മൊത്തം പ്രപഞ്ചത്തിൻ്റെ ഒരു തലം. അപ്പോൾ ഈ വ്യഷ്ടിയിൽ അജ്ഞാനത്തിലൂടെ മറഞ്ഞിരിക്കുന്ന ചൈതന്യം, അല്ലെങ്കിൽ അജ്ഞാനത്തിലൂടെ പരിമിതിയിൽ ഇരിക്കുന്ന ചൈതന്യം, ആ ചൈതന്യം അത് ജാഗ്രത് അവസ്ഥയിൽ വിശ്വ എന്ന് അറിയപ്പെടുന്നു. പിന്നെ വരുന്നത് സ്വപ്നാവസ്ഥ കേതി ചേത്. സ്വപ്നാവസ്ഥ കാ ഇതി ചേത് എന്നാണ്. സ്വപ്നാവസ്ഥ കേതി ചേത്. അപ്പോൾ സ്വപ്നാവസ്ഥ എന്താണ്? ജാഗ്രത് അവസ്ഥായാം യത് ദൃഷ്ടം യത് ശ്രുതം തജ്ജനിത വാസനയാ നിദ്രാസമയേ യഹ പ്രപഞ്ചഃ പ്രതീയത്തെ സാ സ്വപ്നാവസ്ഥ. വളരെ സരളമായ ലളിതമായ സംസ്കൃതമാണ്. ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ യത് ദൃഷ്ടം യത് ശ്രുതം, എന്ത് കണ്ടോ എന്ത് കേട്ടോ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഏതൊക്കെ ജ്ഞാനം ലഭിച്ചോ തജ്ജനിത വാസനയ, അതുകൊണ്ട് ആ ജ്ഞാനം കൊണ്ട് ജനിച്ച, തജ്ജനിത വാസനയ, ആ ജ്ഞാനം കൊണ്ട് ജനിച്ച എന്ന് വെച്ചാൽ അതുകൊണ്ട് സൃഷ്ടിച്ച, നിദ്രാസമയെ സൃഷ്ടിച്ച വാസന കൊണ്ട്, ആ ഉണർന്നിരിക്കുമ്പോൾ എന്ത് കണ്ടു എന്ത് കേട്ടോ അതുകൊണ്ട് സൃഷ്ടിച്ച വാസന കൊണ്ട് നിദ്രാസമയെ യഹ പ്രപഞ്ചഃ പ്രതീയത്തെ, ഉറങ്ങുമ്പോൾ ഏത് പ്രപഞ്ചമാണോ നമുക്ക് പ്രതീയത്തെ കാണുന്നത്, സാ സ്വപ്ന അവസ്ഥ, ആ അവസ്ഥയാണ് സ്വപ്ന അവസ്ഥ.
सूक्ष्म शरीर अभिमानी आत्मा तैजस इति उच्यते. ഈ അവസ്ഥ സൂക്ഷ്മ ശരീര അഭിമാനി, സൂക്ഷ്മ ശരീരത്തിനോട് ബന്ധമുള്ള ആത്മാ, അതായത് ആത്മാ സൂക്ഷ്മ ശരീരത്തിനോട് ബന്ധമുള്ളത് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ പരിമിതിയിൽ കുടുങ്ങിയിരിക്കുന്ന ആത്മാ തൈജസ ഇതി ഉച്യത്തെ, തൈജസ് എന്നറിയപ്പെടുന്നു. അപ്പം ഇവിടെ വ്യഷ്ടി എന്ന തലത്തിൽ വ്യക്തിപരമായ തലത്തിൽ ആത്മാ അല്ലെങ്കിൽ ചൈതന്യം അജ്ഞാനത്തിലൂടെ പരിമിതപ്പെട്ടിരിക്കുമ്പോൾ ആ ചൈതന്യത്തിന് പേര് തൈജസ എന്നാണ് സ്വപ്നാവസ്ഥയിൽ. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ അതിന് പേര്, അങ്ങനെ ആ അവസ്ഥയിൽ അജ്ഞാനം കൊണ്ട് മറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് ജാഗ്രത അവസ്ഥയിൽ, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ പേര് വിശ്വ എന്നാണ്. ഓമിൽ വരുന്ന ആ എന്നുള്ള അക്ഷരമാണ് അതോട് യോജിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സ്ഥൂല ശരീരമാണ് അതോട് യോജിക്കുന്നത്. അതുപോലെ വ്യഷ്ടി തലത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ തലത്തിൽ ചൈതന്യം പരിമിതമായിരിക്കുമ്പോൾ, അജ്ഞാനത്തിലൂടെ പരിമിതപ്പെട്ടിരിക്കുമ്പോൾ അവിടെ സ്വപ്നാവസ്ഥയിൽ ആ ചൈതന്യത്തിന് തൈജസ എന്നാണ് പേര്. ഇവിടെ സൂക്ഷ്മ ശരീരമാണ് യോജിച്ചിരിക്കുന്നത്. ഓമിൻ്റെ ഉ എന്നുള്ള അക്ഷരമാണ് ഇവിടെ യോജിക്കുന്നത്. പിന്നെ പറയുന്നത് അതഹ സുഷുപ്തി അവസ്ഥ കാ, പിന്നെ സുഷുപ്തി അവസ്ഥ എന്നുള്ളത് കാ, എന്താണ്? അഹം കിമപി ന ജാനാമി, എനിക്കൊന്നും അറിയില്ല. സുഖേന മയ നിദ്ര അനുഭൂയത, എനിക്കൊന്നും അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷേ സുഖേന മയ നിദ്ര അനുഭൂയത, പക്ഷെ ഞാൻ സുഖമായി നിദ്ര അനുഭവിച്ചു, സുഖമായി ഉറക്കം അനുഭവിച്ചു. ഇതി സുഷുപ്തി അവസ്ഥ, ഇതാണ് സുഷുപ്തി അവസ്ഥ. അതായത് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്കിത് പറയാൻ കഴിയുള്ളൂ. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ നല്ല ഉറക്കം, സുഖമായ ഉറക്കം ഞാൻ അനുഭവിച്ചു. ഈ അവസ്ഥയിൽ കാരണശരീര അഭിമാനി ആത്മാ പ്രാഗ്യ ഇതി ഉച്യത്തെ. കാരണശരീര അഭിമാനി, ഈ അവസ്ഥയിൽ ആത്മാ അജ്ഞാനത്തിൽ പരിമിതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കാരണശരീരത്തോടാണ് യോജിക്കുന്നത്. പ്രാഗ്യ എന്നാണ് അതിനെ അവിടെ വിളിക്കുന്നത്. അപ്പോൾ വ്യഷ്ടി എന്നുള്ള തലത്തിൽ, വ്യക്തിപരമായ തലത്തിൽ ആത്മാ അല്ലെങ്കിൽ ചൈതന്യം അജ്ഞാനത്തിലൂടെ പരിമിതപ്പെട്ടിരിക്കുമ്പോൾ അത് സൂക്ഷ്മ ശരീരത്തിനോട് ആണ്, അത് കാരണശരീരത്തിനോടാണ് അത് യോജിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിനോടല്ല, കാരണശരീരത്തിനോടാണ് അത് യോജിക്കുന്നത്. സുഷുപ്തി അവസ്ഥയാണ്, സ്വപ്നം കാണാത്ത അവസ്ഥയാണ്. ഇതിൽ ഉള്ള ആ ചൈതന്യത്തിനെ പ്രാഗ്യ എന്ന് പറയുന്നു. പിന്നെ ഓം എന്നുള്ളതിൻ്റെ എന്നുള്ള അക്ഷരമാണ്, മ എന്നുള്ള അക്ഷരമാണ് ഇതോട് യോജിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് 3 അവസ്ഥകളെയും നമ്മൾ കാണുന്നത്. ശരിക്കും അവസ്ഥാത്രയ വിവേക എന്നൊന്നുണ്ട്. അതായത് 3 അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒന്നും തന്നെ ഞാനല്ല, ഞാൻ യഥാർത്ഥത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അവസ്ഥാത്രയ വിവേക. ഓം ശാന്തി ശാന്തി ശാന്തി.
हरि ओम तत्सत्। श्रीरामकृष्णार्पणमस्तु।